ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. കുറേ ദിവസമായില്ലേ ഒരു റെസിപ്പി വീഡിയോയുമായി വന്നിട്ട്. അപ്പോൾ ഇനി നമുക്കൊരു എല്ലും കപ്പയും വെക്കണേ റെസിപ്പി നോക്കാം കേട്ടോ. ഇപ്പോൾ ഷോപ്പിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിരുന്നു ഞാൻ. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കും അതിലേക്കുള്ള സ്നാക്സ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഞാൻ 1 കിലോ എല്ല്, ബീഫില്ലേ, പോത്തിൻ്റെ എല്ല്, ഇത് നിങ്ങൾക്ക് ചിക്കൻ വെച്ചിട്ടും ചെയ്യാം, ബീഫ് ഇറച്ചി വെച്ചിട്ടും ചെയ്യാം, എന്ത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ടിട്ടുണ്ട്. അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1.5 ടേബിൾ സ്പൂണ് സാദാ മുളക് പൊടി, അത്യാവശ്യം എരിവിലായിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ കുരുമുളക് പൊടി. ഞാൻ ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ, കുരുമുളക് പൊടിച്ചും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മുടെ എല്ലിലിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് ചിക്കൻ ആണെങ്കിൽ നമ്മൾ ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമില്ല. ബീഫ് ആയതുകൊണ്ട് 4-5-6 വിസിൽ വേണ്ടി വരും കേട്ടോ. നിങ്ങളുടെ കുക്കറിൻ്റെ അതിനനുസരിച്ച് നോക്കിയാൽ മതി. പിന്നെ അതിലോട്ട് നമ്മളൊരു സവാള, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 1.5 ഗ്ലാസ്സോളം വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾ കപ്പ തൊലി കളഞ്ഞ് മരച്ചീനി, ചിലയിടത്ത് ചീനി എന്ന് പറയും, കപ്പ പുള. അപ്പോൾ അത് തൊലി കളഞ്ഞ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് ഒരു തുള്ളി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ആ വെള്ളം നിറന്ന് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പുഴുങ്ങി വെള്ളം ഊറ്റിയതിന് ശേഷം നമ്മുടെ വേവിച്ച് വെച്ച ബീഫ് ഉണ്ടല്ലോ, എല്ല്, അത് ആ വെള്ളത്തോടെ കൂടി തന്നെ നമ്മുടെ ഈ കപ്പയിലോട്ട് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരും കേട്ടോ. എന്നിട്ട് നമ്മൾ ചട്ടിയിൽ, ഇതിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ടാണ്, ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് ചെറിയ ഉള്ളി തന്നെ വേണം കേട്ടോ. ചെറിയ ഉള്ളി എത്രത്തോളം ചെറിയ ഉള്ളി ചേർക്കും അത്രയും ടേസ്റ്റാണ്. ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞ് നന്നായിട്ട് മൂപ്പിച്ച്, നന്നായിട്ട് വേപ്പിൻ്റെ ഇല, ഇവിടെ ഇഷ്ടംപോലെ വേപ്പിനുള്ള ഇഷ്ടംപോലെ ഇടുന്നുണ്ട്. വേപ്പിൻ്റെ ഇല എത്രത്തോളം ഇടുക, വേപ്പിൻ്റെ ഇല ചെറിയ ഉള്ളി എത്ര ഇട്ടു നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമ്മുടെ കപ്പയിലോട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് സവാള, ഭംഗിക്ക് വേണ്ടി കുറച്ച് സവാളൊക്കെ കനം കുറച്ച് അരിഞ്ഞിട്ട്. അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.